അടുത്താൽ. ഏതാ ആദ്യം പറഞ്ഞത്? അസയും ഔഷക്കയും. അതടുത്തു വന്നാൽ, എന്തിനോടടുത്തു വന്നാൽ? മുളുഹറൻ, ലാഹിറായ ഇസ്മിനോട് അടുത്തു വന്നാൽ. ലാഹിറായ ഇസ്മിനോട് അടുത്തു വന്നാൽ. അടുക്കുക എന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണമെന്ന്. വലായലിന്റെ വല അടുത്തുന്ന വലായലിന്റെ ഫായിദ എന്താണടോ? മാ ബഅദ് മാ ഖബ്ലോട് അടുക്കലാണോടോന്ന. മാ ബഅദ് മാ ഖബ്ലിനോട് അടുക്കും. അപ്പൊ ഇൻതനില്ലവലത്താനി ആദ്യം പറഞ്ഞത് തുടർന്നു വന്നാൽ എന്തിനോട്? മുളുഹറൻ, ലാഹിറായ ഇസ്മിനോട് തുടർന്നു വന്നാൽ. അപ്പൊ ആദ്യം എന്തുവരും? ലാഹിറായ ഇസ്മ വരും. മനസ്സിലായില്ല? എന്നിട്ട് അതിനോട് തുടർന്ന് ഫെയിൽ വരും. ഇതുവരെ അങ്ങനെയല്ല പറഞ്ഞേ. ആദ്യം ഇവിടെ നമ്മൾ പറഞ്ഞെങ്ങനാ? അസാ സൈദുൻ അൻ യഖ്റുജ നമ്മൾ പറഞ്ഞു. അസാ സൈദുൻ അൻ യഖൂമ. അപ്പൊ അസ ആദ്യം വന്നത്. ഇവിടെ അതല്ല. ആദ്യം പറഞ്ഞ രണ്ടാം തുടർന്ന് വന്നാൽ എന്തിനോട് തുടർന്നു? ലാഹിറായ ഇസ്മിനോട് തുടർന്നു. അപ്പൊ ഇത് അതിനോട് തുടർന്നു. അപ്പൊ ആദ്യം ലാഹിറായ ഇസ്മ വന്നു, സൈദുൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? സൈദുൻ അസാ അൻ യഖൂമ എന്ന് പറഞ്ഞു. സൈദുൻ അസാ അൻ യഖൂമ. അതല്ലെങ്കിൽ സൈദുൻ ഔശക്ക അൻ യഖൂമ എന്ന്. ഇങ്ങനെ വന്നാൽ ഏത് തർക്കീമേൽ നിർത്തണമെന്നാ പറയാൻ പോകുന്നു. തലി അടുത്തു വരികയാണെങ്കിൽ തുടർന്ന് വന്നാൽ ഐ അവിടെ വായിക്കണ പിള്ളനെ തത്ത് ഇന്ന് ഷർത്താണ്. ഇന്ന് ഷർത്താകുമ്പം ജസുമാണ്, മജുസുമാണ്. തലി ആഖിറിനെ കളയലാണ് ജസുമ്. ഇൻ ലാമിനേഷ യാ ഉണ്ടോ? ഉണ്ടോടാ? ഇൻ തലിയോടെ എന്താ യാ ഇല്ലാത്ത? എന്താ യാനെ കളഞ്ഞേക്കുക? എന്താ യാനെ കളഞ്ഞത്? ആഖിർ ആയതുകൊണ്ട് അതിന്റെ ജസ്മ് ആഖിറിനെ കളയൽ കൊണ്ടാണ്. തിരിഞ്ഞോ? ഇൻ തലി അടുത്താൽ. കണ്ടോ? ഇൻ തലി അടുത്താൽ. ആര് അടുത്താൽ? അല്ലവലത്താനി. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം അടുത്താൽ. തലിയുടെ വായിലാണ് അല്ലവലത്താനി എന്നുള്ളത്. എന്തിനോട് അടുത്താൽ? മുളുഹറൻ, ലാഹിറായ ഇസ്മിനോട് അടുത്താൽ. ലാഹിറായ ഇസ്മിനോട് അടുത്തു വന്നാൽ. അപ്പൊ ആദ്യം ഇസ്മു വന്നു, പിന്നെ ഫിഇല് വന്നു, പിന്നെ ഖബർ വന്നു. സൈദുൻ അസാ അൻ യഖൂമ. ഇതുവരെ നമ്മൾ പറഞ്ഞത് അസാ സൈദുൻ അൻ യഖൂമ. ഇപ്പൊ നമ്മൾ പറയുന്നത് സൈദുൻ അസാ അൻ യഖൂമ, അല്ലെങ്കിൽ സൈദുൻ ഔശക്ക അൻ യഖൂമ. ഇൻതലി ഐ തത്ത് ഇന്ന് ഷർത്തല്ലേടാ? ഷർത്ത് ജസ്മ വായിക്കണ്ടേ? ഇൻ തത്ത് തുടരുകയാണ് എങ്കിൽ. അൽ അവലത്താനി ആദ്യം പറഞ്ഞ രണ്ടെണ്ണം തുടർന്നാൽ. ഐ അസായും ഔശക്കയും തുടർന്നാൽ. ഇസ്മൻ ഒരു ഇസ്മിനോട് തുടർന്നാൽ. എങ്ങനത്തെ ഇസ്മ്? ലാഹിറായ ഇസ്മിനോട് തുടർന്നാൽ. അപ്പൊ മുളുഹറൻ എന്നത് കളയപ്പെട്ട ഒരു ഇസ്മ് എന്ന് പറഞ്ഞതിന്റെ സിഫത്താണെന്ന് കിട്ടും ശറഹുകളിൽ നോക്കുമ്പോ. മനസ്സിലായില്ല? മുളുഹറൻ ലാഹിറിനോട്, ലാഹിറായ ഇസ്മിനോട്. മത്തിനുള്ള നോക്കുകയാണെങ്കിൽ മുളുഹറൻ മഫൂലാക്കി വെക്കും. ശരം കൂടെ ഉള്ള നോക്കുകയാണെങ്കിൽ മുളുഹറൻ എന്ത് ചെയ്യും? സിഫത്താക്കി വെക്കും. ഇസ്മൻ മുളുഹറൻ, മുളുഹറായ ഇസ്മിനോട്. തിരിഞ്ഞോ? പിന്നെ അതാ ഖബ്ലഹുമാ രണ്ട് ഫീലുകൾക്കും
മുമ്പ് സംഭവിച്ചതായ ഇസ്മിനോട് തുടർന്നാൽ ജദ്ദിദ് നീ തനിപ്പിക്കണം. ആ രണ്ട് ഇസ്മുകളെയും രണ്ട് ഫീലുകളെയും അവലത്താനി പറഞ്ഞല്ലേ, അത് രണ്ടിനെയും തനിപ്പിക്കണം. അനിൽ ലമീരി, ലമീറിനെ തൊട്ട് തനിപ്പിക്കണം. ഇപ്പൊ സയ്യിദുൻ സയ്യിദാകുന്നത്, ഹിന്ദുൻ ഹിന്ദാകുന്നത്, സയ്യിദുൻ സയ്യിദാകുന്നത്, അസാ അൻ യഖൂമ. ഹിന്ദുൻ അസാ അൻ തഖൂമ. സയ്യിദാനി അസ്സയ്യിദാനി അസാ അൻ യഖൂമാ എന്ന് പറയും. അസയിൽ എന്തൊരു ലമീർ കാണത്തില്ല. അസയിൽ എന്തില്ല? ലമീർ കാണത്തില്ല. പേന ബുക്ക് എടുത്തുണ്ടോ? എടുത്തുണ്ടോ? പെടുത്ത എടുത്തുണ്ടോ? ആദ്യം എന്ത് ചെയ്യുക? ഇസ്മ വരിക, പിന്നെ ഫീൽ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ എന്ത് ചെയ്യും? അസയിൽ അടയാളങ്ങൾ കൊടുക്കേണ്ടി വരും. തിരിഞ്ഞോ? സയ്യിദാനി അസ്സയ്യിദാനി അസയാ അൻ യഖൂമാ എന്ന് പറയേണ്ടി വരും. അസ്സയ്യിദാനി സയ്യിദാനിയാകുന്നത്, അസയാ അവ രണ്ടുപേരും ആയേക്കാം, അൻ യഖൂമാ ലമീർ ഇസ്മാക്കും. അന്നേരം ഹിന്ദുൻ അസത്ത് അൻ തഖൂമ. ഹിന്ദുൻ ലമീർ ഇസ്മാകുമ്പോ എന്തായി? ലമീർ മടങ്ങുന്ന അങ്ങോട്ട് മടങ്ങും, അങ്ങോട്ട് മടങ്ങും, ഹിന്ദിലേക്ക് മടങ്ങും. മനസ്സിലായില്ല? അൽ ഹിന്ദാനി അസത്താ അൻ തഖൂമാ. ഇത് പാട് ഇസ്മുമായി, ലമീർ ഇസ്മായി, മറ്റത് ഖബറുമായി, ജുംല ഖബറുമായി. ഇതിപ്പോ നമ്മൾ താമായിട്ടല്ല ഉപയോഗിച്ചേക്കുന്നത്, നാഖിസായിട്ട്. ഇനി നമ്മൾ താമായിട്ട് ഉപയോഗിക്കാൻ പോവാ. മനസ്സിലായില്ല? എങ്ങനെ താമായിട്ട് ഉപയോഗിക്കുന്നത്? അസ്സയ്യിദാനി 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 അസയാ അല്ല അസ അസ്സയ്യിദാനി അസ അൻ യഖൂമാ എന്ന് പറയും. അസ അൻ യഖൂമാ എന്ന് പറയും. ഹിന്ദുൻ ഹിന്ദുൻ അസ അൻ തഖൂമ. ഹിന്ദുൻ അസ അൻ തഖൂമ. അൻ തഖൂമ തഖൂമാന്നില്ല. ഹിന്ദാനി ഹിന്ദാനി അസ അൻ തഖൂമാ എന്നിട്ട് കൊടുക്കണം. ഹിന്ദാനി അത് അജരിദ് നീ തനിപ്പിക്കണം. ഹുമാ ആ രണ്ട് ഫീലുകളെയും. ആ ഫീലുകൾ ലമീർ കൊടുത്തോണ്ടോ? ഇല്ല. അസ അൻ യഖൂമ, അസ അൻ യഖൂമാ ഉണ്ടാ? അസ അൻ തഖൂമ, അസ അൻ തഖൂമാ. ഫീൽ ലമീർ ഉണ്ടോ? ഏത് ഫീലില്? നമ്മുടെ മുഖാറബയുടെ ഫീലില്. മറ്റേനകത്ത് ഫീലും ഫായിനകത്ത് ഉണ്ട്, ഖബർ വരുന്നിടത്തുണ്ട്, അവിടെ ലമീറൊക്കെ ഉണ്ട്. ജരിദ്ഹുമ അവ രണ്ടിനെയും നീ തനിപ്പിക്കണം. അനിൽ ളമീരി ലമീനെ തൊട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ജാസ അനുവദനീയമാണ്. ഇസ്നാദുഹുമ രണ്ടിനെയും ചേർക്കാം, ഇലാ അൻ യഫ്അലയിലേക്ക് ചേർക്കാം. മുക്തഫൻ ബിഹി അതുകൊണ്ട് മതിയാക്കപ്പെട്ടതായ നിലയിലെ. മുക്തഫൻ ബിഹി അതുകൊണ്ട് മതിയാക്കപ്പെട്ടതായ നിലയിലെ. ഫസൈദുൻ സൈദാകുന്നത് മുബ്തദ. അസ അൻ യഖൂമ, അസ
അയ്യഖൂമ. സാദുൻ മസദ്ദൽ ഖബർ ഫായിൽ എന്ന് പറയും. അസഫയില് അന്തഖൂമ എന്നുള്ളത് സാദുൻ മസദ്ദൽ ഖബർ ഫായില് എന്ന് പറയും. സാദുൻ ഫായില്. അസയിൽ ലമീറില്ല, അസഫയിലായിട്ട് മാത്രം കൊടുക്കും. അയ്യഖൂമയിലാണ് ലമീർ കൊടുക്കുന്നത്. അതിനൊക്കെ അസൈദാനി, ജൈദാനിയാകുന്നത് അസ അയ്യഖൂമ, അവർ രണ്ടുപേരും നിൽക്കുന്നവരായേക്കാം. അസഫയില് അയ്യഖൂമ എന്നുള്ളത് ഫീൽ ലമീർ ഫായില്. മനസ്സിലായില്ല? അസയുടെ മുഅവ്വലായ മസ്ദർ ഫായില്, ഫീലും മുഅവ്വലായ മസ്ദറും ചേർന്നുള്ള മനസ്സിലായില്ല ജുംല സാദുൻ മസദ്ദൽ ഖബർ ഫായിൽ എന്ന് പറയും. സാദുൻ മസദ്ദൽ ഖബർ ഫായിൽ. സൈദുൻ സൈദാകുന്നത് മുബ്തദയായി. ഇനി അതിന്റെ ഖബർ വേണം, അതിന്റെ ഖബർ വേണം. അസയിലാണെങ്കിൽ അതിന് അമലും ഇല്ല, ലമീർ കൊടുക്കുന്നില്ല അവിടെ. അല്ലെ അസയാ അസത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ലമീർ ഇസ്മാവും, അതില്ല. അസഫയില് അയ്യഖൂമ അതിന്റെ മുഅവ്വല മസ്ദർ ഫായിൽ ജുംല സാദുൻ മസദ്ദൽ ഖബർ ഫായിൽ എന്ന് പറയും. മനസ്സിലായില്ലേ? അതാ മുക്കുത്തഫം ബി, അതുകൊണ്ട് മതിയാക്കപ്പെട്ടതായിട്ട്. നഹ്വു സൈദുൻ അസ അൻ യഖ്റുജ വസൈദാനി അസ അൻ യഖ്റുജാ വസൈദൂന അസ അൻ യഖ്റുജൂ. അണ്ട അല്ലെങ്കിൽ ലൗ ബിഹിമാ, അണ്ട അവ രണ്ടുകൊണ്ടും അസ കൊണ്ടും ഔഷക്ക് കൊണ്ടും നീ റഫഅ ചെയ്യണം. മൂന്ന് മറം ലമീറിന് റഫഅ ചെയ്യണം, ലമീറിന് റഫഅ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എന്താവും? അസൈദാനി അസയാന്ന് വരും, ഹിന്ദുൻ അസത്ത് എന്ന് വരും. ഹിന്ദുൻ അസത്ത് അൻ യഖ്റുജ അൻ തഖ്റുജ എന്ന് പറയും. അയ്ജാസ അനുവദനീയമാണ്. ഇസ്നാദുഹുമ അവ രണ്ടുപേരിനെയും ചേർക്കാം. ഇലാ ലമീർ ലമീറിലേക്ക് ചേർക്കാം. എന്താ ജാസ ഇസ്നാദുഹുമ ഇലാ ലമീരിൻ. ആദ്യം പറഞ്ഞിട്ടുണ്ട് വഹുമാഹീനയിലും താമത്താനി വയ്യഫല എന്നുള്ളത് ഫായിലുമാ. എന്താ അയ്യഫല ഫായിലുമാ. സാദു മസദ്ദൽ ഖബർ ഫായിലു വല ഖബറ ലഹ. ലഹു ബിനായിന് ഖബർ കാണത്തില്ല ഇന്ദൽ ജംഹൂരി. നാഖിസത്താനിയാണ് വയ്യഫല എന്നുള്ളത് സദ്ദുൻ സദ്ദ മസദ്ദ മഫ്ഊലൈഹിമാ. അങ്ങനെ പറഞ്ഞവരുണ്ട്. കമാ സദ്ദ മസദ്ദൽ മഫ്ഊലൈനി ഫി അഹസിബൻ നാസു യുത്റകു ഇൻദ ബിൻ മാലിക്കിൻ. മുക്തഫം ബിഹി എന്താ അയ്യഫല കൊണ്ട് മതിയാക്കപ്പെട്ടതായ നിലയിൽ ഖബറില്ല, ഖബറിനെ തൊട്ട് മതിയാക്കി, ഖബറിനെ തൊട്ട് മതിയാക്കി. അതാ മുക്തഫം ബിഹി അയ്യഫല കൊണ്ട് മതിയാക്കി. എന്തിനെ തൊട്ട് മതിയാക്കി? ഖബറിനെ തൊട്ട് മതിയാക്കി എന്ന് കേട്ടാ. പിന്നെ ഞങ്ങളുടെ വിശദീകരിച്ചു പിന്നെ പറയും. വജാസ അനുവദന ഐജാസ ഇസ്നാദുമാ ഇലാ ലമീരി ദാലിക്കൽ ഇസ്മി. എന്നിട്ട് വജഅല ഇസ്നാദുഹുമാ ജായിസാണ് അതിനെ ചേർക്കൽ. വജഅലു അങ്ങോട്ട് എത്തുവായിട്ട് ആക്കലും ജായിസാണ്. അയ്യഫല ആക്കണം, ഖബറൻ ഖബറാക്കണം. നഹ്വു ഹിന്ദുൻ ഹിന്ദാകുന്നത് അസത്ത് അവളായേക്കാം, അന്തഫഅല പ്രവർത്തിക്കുന്നവൾ ആയേക്കാം. കണ്ടാ? അപ്പൊ തർക്കം തരും. ഹിന്ദു ഹിന്ദോകുന്നത് അസത്ത് അവളായേക്കാം. ഫീൽ നമ്മിർ ഫായില് ജുംല ഖബറായി. എന്തായേക്കാം? അന്തഫല അത് ഖബറും അസത്തിന്റെ ഖബറും. വേണ്ട തിരിഞ്ഞോ? ഫീല് ലമീർ ഇസ്മു, ലമീർ ഫായിലാണല്ലോ, അത് ഫീലും അതിന്റെ ഇസ്മും ചേർന്നുള്ള ജുംല എന്ത്? അതിന്റെ ഖബർ. ഏതിന്റെ ഖബർ? ഹിന്ദുന്റെ ഖബർ. ഇനി അന്തഫല എന്നുള്ളതോ അസത്തിന്റെ ഖബർ. മനസ്സിലായില്ല? അസത്തിന്റെ ഹിന്ദു നിന്ദാകുന്നത് അസത്ത് അവള് ആയേക്കാം, അവള്. അപ്പൊ ഹിന്ദുൻ എന്നുള്ള മുബ്തദ, അസത്തുൻ എന്നുള്ളത് അസഫയില് മുഖാറബ, താ അലമുൽ ഫായിലി അല്ലെങ്കിൽ അലമുൽ ഇസ്മി എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ല? അന്തഫല എന്നുള്ളത് എന്റെ ജുംല അസയുടെ ഖബർ കേട്ടാ.
ഇസ്മും അല്ല ഫെയിലും അതിന്റെ ഇസ്മും ചേർന്നുള്ള ജുംല ഹിന്ദുൻ എന്ന മുബ്തദയുടെ ഖബർ. അന്തഫല എന്നുള്ളത് മുഅവ്വലായ മസ്ദർ എന്ത് അസത്തിന്റെ ഫായില്. അസത്തിന്റെ ഫായിൽ തിരിഞ്ഞില്ല. തിരിഞ്ഞോടാ. നേരത്തെ പറഞ്ഞിടത്തിന് ഫായിൽ വരുത്തില്ല, അല്ല ലമീറില്ല, ഇസ്മില്ല. സാദു മസത്തൽ ഖബർ ഫായിൽ എന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ നമ്മൾ. തിരിഞ്ഞോ? അപ്പൊ താമായിട്ടാണ് അതിന് പെരുമാറുന്നത്. ഇവിടെ നാഖിസായിട്ടും ആണ്. പിന്നെ ഹിന്ദുൻ അസത്വം ഈ കാറബത്തെന്നാ. കാറബത്ത് എന്തിനാ? മുഖാറബാന്റെ ഫീലാണെന്ന് അറിയിക്കാനത് കേട്ടാ. അങ്ങനല്ലേ? പിന്നെ വസൈദൂന അസൗ അയ്യഖ്റുജൂ എന്ന് കേട്ടാ. കഴിഞ്ഞല്ലേ? ബസ്.